Welcome back to Ajoos English. In this video, I have someone special for you. ആദ്യം നമുക്ക് ആ സ്പെഷ്യൽ ആളുടെ ഡൗട്ട് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് പരിചയപ്പെടാം. മൈറ്റ് എന്ന പദം പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്. ദ ഓൾമൈറ്റി ഗോഡ്, ഓൾമൈറ്റി ലോഡ് എന്നൊക്കെ. പക്ഷെ സാർ എന്ന് പറഞ്ഞു തന്നതിൽ മൈറ്റിൻ്റെ ഉപയോഗം പറഞ്ഞു തന്നു. പക്ഷെ മൈറ്റ് എന്തിനാണ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പറഞ്ഞു തന്നില്ല. സോ സാർ അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു. She is Meera from Kollam. She is a wonderful and a mighty RJ. മാഡത്തിൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് മൈറ്റ് എന്ന പ്രയോഗം യൂസ് ചെയ്തു. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ ഉപയോഗം പറഞ്ഞിട്ടില്ല എന്നാണ്. മാത്രമല്ല ഷീ ഹാസ് ഓൾസോ ഹേർഡ് സംതിങ് ലൈക്ക് ദാറ്റ്, ദ ഓൾമൈറ്റി ഗോഡ്, ദ ഓൾമൈറ്റി ലോഡ് എന്നൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നും അതും ഇതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്നൊക്കെയാണ് മാഡത്തിന് അറിയേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മൈറ്റ് എന്താണെന്നും മൈറ്റിൻ്റെ മറ്റു പല രൂപങ്ങളും മൈറ്റ് എങ്ങനെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. മൈറ്റ് എന്ന് പറയുന്ന പദത്തിൻ്റെ മെയിൻ മീനിങ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബലം, കരുത്ത്, ശക്തി എന്നൊക്കെയാണ്. ഉദാഹരണത്തിനായിട്ട് വൺസ് മൈറ്റ് ഈസ് നോട്ട് ഇനഫ് ടു പിക്ക് ദി റോക്ക് പീസ്. ഒരാളുടെ കരുത്ത് മതിയാവില്ല ടു പിക്ക് ദ റോക്ക് പീസ്. ഈ ഒരു പാറക്കല്ല് എടുത്ത് മാറ്റാൻ ഒരാളുടെ ശക്തിക്ക് കഴിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹീസ് എക്സിബിറ്റിംഗ് ഹിസ് മൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ കരുത്ത് തെളിയിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ കരുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു നൗണായിട്ട് നമ്മൾ മൈറ്റ് എന്ന വേർഡ് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബലം, ശക്തി എന്നൊക്കെയാണ്. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു മോഡൽ വെർബായിട്ടാണ് മൈറ്റിനെ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മേ എന്ന മോഡൽ വെർബിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസുകളൊക്കെ തന്നെയാണ് മൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ വെർബും നമ്മൾ യൂസ് ചെയ്യൽ. അതുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആ മേ എന്ന് പറയുന്ന മോഡൽ വെർബ് ഏതൊക്കെ സാഹചര്യങ്ങൾ യൂസ് ചെയ്യുമോ അതേപോലെ തന്നെയാണ് നമ്മൾ മൈറ്റ് എന്ന് പറയുന്ന വേർഡും യൂസ് ചെയ്യുക. അപ്പോൾ ഈ മൈറ്റ് എന്ന പദം ഒരു മോഡൽ വെർബായിട്ട് കണക്കാക്കുമ്പോൾ ഒരു 4 രൂപത്തിലാണ് നമ്മൾ ഏതൊരു സെൻറ്റൻസിലും കാണപ്പെടുക. അപ്പം ആദ്യത്തെ രൂപം എന്ന് പറയുകയാണെങ്കിൽ മൈറ്റ് എന്ന രൂപത്തിൽ തന്നെ കാണും. രണ്ടാമത്തെ രൂപം എന്ന് പറയുമ്പോൾ മൈറ്റ് ബി, മൂന്നാമത്തെ രൂപം മൈറ്റ് ഹാവ്, നാലാമത്തെ രൂപം മൈറ്റ് ഹാവ് ബീൻ. ഈ ഒരു 4 രൂപത്തിലായിരിക്കും ഏതൊരു സെൻറ്റൻസിലും മൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ വെർബ് യൂസ് ചെയ്യുമ്പം കാണപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. നമ്മൾ മേ എന്ന് പറയുന്ന മോഡൽ വെർബ് യൂസ് ചെയ്താൽ കിട്ടുന്ന അതേ അർത്ഥം തന്നെയാണ് മൈറ്റ് എന്ന് പറയുന്ന മോഡൽ വെർബ് യൂസ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. ഉദാഹരണത്തിനായിട്ട് ഐ മേ ഗോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ്, ഞാൻ പോയേക്കാം എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷേ ഈ ഐ മൈറ്റ് ഗോ എന്ന് പറയുകയാണെങ്കിലും ഞാൻ പോയേക്കാം എന്നത് തന്നെയാണ് അർത്ഥം വരുന്നത്. പക്ഷേ നമ്മൾ ആ മൈറ്റ് ചേർത്ത് പറയുമ്പം ഒരു ചാൻസ് വളരെ കുറവാണ്. അതായത് ഒരു 40% അല്ലെങ്കിൽ ഒരു 30% ചാൻസ് കുറവാണ് ഐ മൈറ്റ് ഗോ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പോയേക്കാം എന്നുള്ള അർത്ഥം വരുന്നത്. ഐ മേ ഗോ എന്ന് പറയുകയാണെങ്കിൽ ഒരു 90% ഷുവറാണ് ഞാൻ പോകുവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് അതിൻ്റെ ഡിഫറൻസ്. മാത്രമല്ല ഈ മൈറ്റ് എന്ന് പറയുന്ന മോഡൽ വെർബ് ചേർക്കുകയാണെങ്കിലും മേ എന്ന് പറയുന്ന മോഡൽ വെർബ് ചേർക്കുകയാണെങ്കിലും അതിൻ്റെ ശേഷം വരുന്ന ഒരു വെർബ് ഉണ്ടാവും, നമ്മളുടെ നോർമൽ വെർബ്. ആ ഒരു വെർബിൻ്റെ ബേസ് ഫോമിലായിരിക്കും കാണപ്പെടുക. അപ്പോൾ ഈ ഉദാഹരണങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. യു മൈറ്റ് ഗോ, നിങ്ങൾക്ക് പോകാം. ദേ മൈറ്റ് ഗോ, അവർ പോയേക്കാം. വി മൈറ്റ് ഗോ, ഞങ്ങൾ പോയേക്കാം. ഇറ്റ് മൈറ്റ് റെയിൻ, മഴ പെയ്തേക്കാം. ഷീ മൈറ്റ് കം, അവൾ വന്നേക്കാം. ഹി മൈറ്റ് പ്ലേ, അവൻ കളിച്ചേക്കാം. ചിൽഡ്രൻ മൈറ്റ് ക്രൈ, കുട്ടികൾ കരഞ്ഞേക്കാം. പോലീസ് മൈറ്റ് ക്യാച്ചസ്, പോലീസുകാരൻ നമ്മളെ പിടിച്ചേക്കാം. സ്റ്റുഡൻസ് മൈറ്റ് ഫൈറ്റ്, കുട്ടികൾ അടിപിടി ഉണ്ടാക്കിയേക്കാം. അപ്പം ഈ ഒരു വാക്കിലൊക്കെ ഒരു 40% ചാൻസ് കുറവുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, മേ എന്ന് ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു 90% അത് നടക്കുന്ന കാര്യമായിരിക്കും. ഇത് ഒരു 30 to 40% ചാൻസ് കുറവുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മൈറ്റ് എന്ന് പറയുന്നൊരു മോഡൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഒരു ഊഹം പറയാനും ഒരു സാധ്യത പറയാനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും മേ എന്ന് പറയുന്ന മോഡൽ വെർബും മൈറ്റ് എന്ന് പറയുന്ന മോഡൽ വെർബും യൂസ് ചെയ്യാറ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വർത്തമാനകാലത്ത് അതായത് പ്രസൻറ്റ് ടെൻസിൽ ആണ് ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുക. അതായത് മൈറ്റും അതിൻ്റെ കൂടെ ഏതൊരു വെർബിൻ്റെയും ബേസ് ഫോം യൂസ് ചെയ്യുന്നത് വർത്തമാനകാലത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. വർത്തമാനകാലത്തിലാണ് നമ്മൾ ഊഹം പറയാറും ഇങ്ങനെ സാധ്യതകളൊക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഫോർമാറ്റ് നോക്കാം, മൈറ്റ് ബി.
മൈറ്റ് ബി എന്ന് പറയുന്നത് നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു വെർബിൻ്റെ ജെറണ്ട് ഫോം, അതായത് ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഹി മൈറ്റ് ബി പ്ലേയിങ്, അവനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ദേ മൈറ്റ് ബി ഗോയിങ്, അവർ പോകുമായിരിക്കും. ഇറ്റ് മൈറ്റ് ബി റെയിനിങ് ടുമോറോ, നാളെ മഴ പെയ്യുമായിരിക്കും. എല്ലാം നമ്മളൊരു ഊഹം പറയാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൈറ്റ് ബി എന്ന് പറയുന്ന പ്രയോഗം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശേഷം ആ ഒരു വെർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യുക. ഷീ മൈറ്റ് ബി റിസൈനിങ് ടുഡേ, വി മൈറ്റ് ബി ഗോയിങ് ഫോർ എ മൂവി എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ ഇതൊക്കെ ചാൻസ് വളരെ കുറവുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ മൈറ്റ് ബി, മൈറ്റ് എന്ന് പറയുന്ന വേർഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രയോഗം നോക്കാം. ഇനിയുള്ള ഫോർമാറ്റ് മൈറ്റ് ഹാവ് ആണ്. ഒരു പാസ്റ്റ് പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് കഴിഞ്ഞു പോയ ഒരു പാസ്റ്റ് കാര്യത്തിൽ ഒരു ഊഹം പറയാൻ അല്ലെങ്കിൽ പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രയോഗം യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിനായിട്ട് ദേ മൈറ്റ് ഹാവ് ഗോൺ, അവർ പോയിട്ടുണ്ടാവാം. ഓക്കെ, വി മൈറ്റ് ഹാവ് പ്ലേഡ്, ഞങ്ങൾ അന്ന് കളിച്ചിട്ടുണ്ടാവാം. ഷീ മൈറ്റ് ഹാവ് ഡിപ്രസ്ഡ്, അവൾ അന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടാവാം. ഇറ്റ് മൈറ്റ് ഹാവ് പ്ലേസ്ഡ് ഇൻ ദ ബോക്സ്, അത് ബോക്സിൽ വെച്ചിട്ടുണ്ടാവാം. എന്നിങ്ങനെയുള്ള കഴിഞ്ഞു പോയ പാസ്റ്റ് കാര്യങ്ങളിലുള്ള ഊഹങ്ങളൊക്കെ പറയാനും അല്ലെങ്കിൽ സാധ്യതകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മൈറ്റ് ഹാവ് എന്ന് പറയുന്ന പ്രയോഗം യൂസ് ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ മൈറ്റ് ഹാവ് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ ശേഷം ഒരു വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് യൂസ് ചെയ്യുക. ഇവിടെ ഗോ എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഗോൺ. അതുപോലെ തന്നെ പ്ലേ എന്നതിൻ്റെത് പ്ലേഡ് ആണ്. ഡിപ്രസ് എന്നുള്ളതിൻ്റെ ഡിപ്രസ്ഡ് ആണ്. ഓക്കെ, പ്ലേസ് എന്നതിൻ്റെത് പ്ലേസ്ഡ് എന്നാണ്. ഇനി നമുക്ക് അടുത്ത ഫോർമാറ്റ് നോക്കാം. മൈറ്റ് ഹാവ് ബീൻ എന്നാണ് അടുത്ത ഫോർമാറ്റ്. ഈ ഒരു ഫോർമാറ്റ് നമ്മളുടെ ഒരു സെൻറ്റൻസിൽ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിനായിട്ട് ഷീ മൈറ്റ് ഹാവ് ബീൻ ഇൻ ദ ക്ലാസ് അറ്റ് ദാറ്റ് ടൈം, അവൾ ആ സമയത്ത് ക്ലാസ്സിൽ ഉണ്ടായെന്നിരിക്കാം, ഒരു സാധ്യതയാണ്. അതുപോലെ തന്നെ ദേ മൈറ്റ് ഹാവ് ബീൻ ഇൻ ദ ലൈബ്രറി യെസ്റ്റർഡേ, അവർ ഇന്നലെ ലൈബ്രറിയിൽ ഉണ്ടായെന്നിരിക്കാം. ഷീ മൈറ്റ് ഹാവ് ബീൻ റണ്ണിങ് ഇൻ ദ ഫോറസ്റ്റ്, അവൾ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഹി മൈറ്റ് ഹാവ് ബീൻ ജോഗിങ് ഓൺ മൺഡേ, അവൻ തിങ്കളാഴ്ച ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നൊരു അർത്ഥം വരുന്നതാണ് ഈ ഒരു മൈറ്റ് ഹാവ് ബീൻ എന്നതിൻ്റെ പ്രയോഗം. മാത്രമല്ല ഈ മൈറ്റ് ഹാവ് ബീൻ്റെ ശേഷം ഒരു വെർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യുക. അതെല്ലാവരും ഓർത്ത് വെക്കുക. ഒരു വെർബില്ലാതെയും യൂസ് ചെയ്യാം. ഈ മൈറ്റ് എന്ന പദത്തിൻ്റെ ആഡ്ജക്റ്റീവ് ഫോമാണ് മൈറ്റി. ഈ മൈറ്റി എന്ന പദത്തിന് 3 അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തത് ടു എ ഗ്രേറ്റ് ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയ പരിധി വരെ എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തത് പൊസസിങ് മൈറ്റ്, അതായത് കരുത്ത് അല്ലെങ്കിൽ ബലം ഉള്ളത് എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഷോയിങ് ഓർ ഹാവിങ് എ ഗ്രേറ്റ് പവർ, സ്കിൽ ഓർ സ്ട്രെങ്ത്, നല്ല ഒരു സ്കില്ലുള്ള അല്ലെങ്കിൽ നല്ല പവറുള്ള നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു നാമത്തെയോ നമ്മൾ മൈറ്റി എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് സൂചിപ്പിക്കാറുണ്ട്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ ഒരു വേർഡിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലേക്ക് പതിച്ചു വെക്കാം. ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയാണ് ഹൗ ആർ യു, ഞാൻ മറുപടി പറയും ഐ എം മൈറ്റി ഫൈൻ, ഞാൻ ഒരു പരിധി വരെ സുഖമായിരിക്കുകയാണ്, നീ ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യരുത്. അതുപോലെ ഐ എം മൈറ്റി ടയേർഡ്, ഞാനൊരു പരിധി വരെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഐ എം മൈറ്റി ബിസി, ഞാൻ ഒരു പരിധി വരെ തിരക്കിലാണ്, ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പൊസസിങ് മൈറ്റിൻ്റെ 2 ഉദാഹരണം നോക്കാം. ദേ ആർ ഇൻ മൈറ്റി ലവ്, ദേ ആർ ഇൻ മൈറ്റി ലവ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്നേഹം അതിശക്തമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഐ ഹാവ് മൈറ്റി ട്രസ്റ്റ് ഓൺ ഹിം, എനിക്ക് അവനിൽ നല്ല ശക്തമായ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഐ ഹാവ് എ മൈറ്റി തേഴ്സ്റ്റ്, എനിക്ക് ശക്തമായൊരു ദാഹമുണ്ട്, വല്ലാത്തൊരു ദാഹമുണ്ട് എന്നുള്ള അർത്ഥം വരുന്നതാണ് ഈ ഒരു മൈറ്റിയുടെ അർത്ഥം. ഇനി അടുത്തതെന്ന് പറയുമ്പം ഹാവിങ് ഓർ ഷോയിങ് ഗ്രേറ്റ് പവർ, സ്കിൽ ഓർ സ്ട്രെങ്ത് എന്നാണ്. അതായത് പവർ ഉണ്ടെന്ന് അല്ലെങ്കിൽ സ്കില്ലുണ്ടെന്ന് അല്ലെങ്കിൽ അത് കാണിക്കുന്നതിനെയാണ് നല്ല പവർ കാണിക്കുന്നു അല്ലെങ്കിൽ നല്ല സ്കില്ല് കാണിക്കുന്നു നല്ല സ്ട്രെങ്ത് കാണിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്ന മൈറ്റി ഉണ്ട്. നമുക്കതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. മീര ഈസ് എ മൈറ്റി ആർജൻ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മീര ഒരു സ്കിൽഫുൾ ആയിട്ടുള്ളൊരു റേഡിയോ ജോക്കിയാണെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ദാറ്റ് വാസ് മൈറ്റി ബ്ലോ, അതൊരു ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പവറുള്ള ഒരു കാറ്റ് വീശിയിരുന്നു എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹീ ഈസ് എ മൈറ്റി ഒറാറ്റർ, അവൻ നല്ലൊരു പ്രാസംഗികനാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ആളാണ്, നല്ല സ്കില്ലുള്ള ഒരു ആളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഈ മൈറ്റ് എന്ന് പറയുന്ന നൗണിൻ്റെ കമ്പാരിറ്റീവ് ഫോമും സൂപ്പർലേറ്റീവ് ഫോമും പഠിക്കാം. കമ്പാരിറ്റീവ് ഫോം എന്തിനാണെന്ന് വെച്ചാൽ 2 സാധനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ 2 സിറ്റുവേഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ്. അപ്പം ഈ മൈറ്റ് എന്ന പദത്തിൻ്റെ കമ്പാരിറ്റീവ് ഫോം മൈറ്റിയർ എന്നാണ്. ഉദാഹരണത്തിനായിട്ട് എ പെൻ ഈസ് മൈറ്റിയർ ദാൻ സ്വാഡ്, ഒരു പേനയാണ് വാളിനേക്കാൾ ശക്തി എന്നുള്ളത് സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൈറ്റിയർ എന്ന് പറയുന്നൊരു വേർഡ് വേണം, കാരണം രണ്ടുപേരും കമ്പയർ ചെയ്യാണ്. അതുപോലെ തന്നെ ദ വുഡ് ഈസ് മൈറ്റിയർ ദാൻ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പം
മരത്തിനാണ് പ്ലാസ്റ്റിക്കിനേക്കാൾ ശക്തി എന്നുള്ളൊരു വാചകം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈറ്റിയർ എന്ന് പറയുന്നൊരു ഫോം യൂസ് ചെയ്തത്. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് മൈറ്റ് എന്നാണെങ്കിൽ മൈറ്റിയസ്റ്റ് ആണ്, അതായത് ഏറ്റവും കൂടുതൽ ശക്തമുള്ളത് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് മൈറ്റിയസ്റ്റ് എന്നുള്ളത്. ഉദാഹരണത്തിനായിട്ട് മീര ഈസ് എമംഗ് ദി മൈറ്റിയസ്റ്റ് ആർജേസ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ആർജെ മീരയാണ് എന്നാണ് അതിനർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ദ മൈറ്റിയസ്റ്റ് ഈസ് അപ്രോച്ചിങ്, ശക്തമായത് അല്ലെങ്കിൽ ഏറ്റവും ശക്തമായത് വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊരർത്ഥം വരുന്നുണ്ട് മൈറ്റിയസ്റ്റ് ഈസ് അപ്രോച്ചിങ്. അതുപോലെ തന്നെ വേറെ ഒരു ഉദാഹരണം പറയാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മൈറ്റിയസ്റ്റ് റിവേഴ്സ് ഓഫ് ദി കോണ്ടിനെൻറ്റ്. നമ്മുടെ കോണ്ടിനെൻറ്റിലുള്ള ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും വലുതായ പുഴയാണ് അത് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മൈറ്റിയസ്റ്റ് എന്ന് പറയുന്നൊരു വേർഡ് യൂസ് ചെയ്യും. അപ്പം ഇത് സൂപ്പർലേറ്റീവ് ഫോം ഓഫ് മൈറ്റാണ്. മൈറ്റ് എന്ന നൗണിൻ്റെ, അതായത് മൈറ്റി എന്ന അഡ്ജക്റ്റീവിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് മൈറ്റിയസ്റ്റ്. ആൻഡ് ദി വൺ ഹൂ ഈസ് വിത്ത് ദ അൺലിമിറ്റഡ് മൈറ്റ് ഈസ് റെഫർഡ് ടു ആസ് ദി ഓൾ മൈറ്റി. അതായത് അൺലിമിറ്റഡ് മൈറ്റ് എന്ന് പറയുമ്പം അൺലിമിറ്റഡ് ശക്തിയുള്ള ആൾ, അതായത് അൺലിമിറ്റഡ് ശക്തിയുള്ള ആൾ നമ്മളുടെ ദൈവം മാത്രമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ദ ഓൾമൈറ്റി ഗോഡ് എന്നൊക്കെ വിളിക്കാറ്. അപ്പം ഓൾമൈറ്റി എന്ന് പറയുന്നതാണ് സർവശക്തൻ എന്നുള്ള ഒരു അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ദി ഓംനിപൊട്ടൻറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിലും സർവശക്തൻ എന്നൊക്കെ തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ അജോസ് ഇംഗ്ലീഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് പുതിയ അറിവുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, സീ യു.